പിണറായി വലിയൊരു പണക്കാരനാണ് എന്നിവർ സമ്മതിക്കുന്നു. എവിടെ നിന്നുണ്ടായി പിണറായിക്ക് ഈ പണം? പിണറായി ചെറുപ്പത്തിൽ ഇത്രയും കാശുള്ള ആളായിരുന്നു അല്ല. പിണറായി ചിലവാക്കുന്നത് നാട്ടുകാരുടെ പണമാണ്. നാട്ടുകാരുടെ പണം എടുത്ത് അമേരിക്കയ്ക്ക് പോയിട്ട് ഇത് പാവങ്ങൾക്കിരിക്കട്ടെ, ഞാൻ വേറെ ആശുപത്രി പൊക്കോളാം, എന്തോ സൗജന്യം ചെയ്യുന്ന പോലെ നമ്മുടെ കാശെടുത്തിട്ടാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ വിമർശിക്കുന്നത്. അല്ലെങ്കിൽ ഏത് ആശുപത്രി പോയാൽ ആർക്കാ കുഴപ്പം? ഈ മുഖ്യമന്ത്രി ചിലവാക്കുന്നത് നാട്ടിലെ കാശാണ്, അതിന് കണക്കുമില്ല. വാര്യത്തിനറിയാമോ, വിവരാവകാശ നിയമപ്രകാരം ഇത് ചോദിച്ചാൽ പോലും ഗവൺമെന്റ് തരുന്നില്ല. എത്ര തുക ചിലവായെന്നറിയണ്ടേ? ഈ മനുഷ്യന്റെ അസുഖം ആർക്കും അറിയണ്ട. അസുഖം പുറത്ത് പറയാനുള്ള ധൈര്യം അങ്ങനെ ഇല്ല. ശരി, പോട്ടെ, അതെന്തെങ്കിലും ആയി പുറത്ത് പറയാൻ കൊള്ളാത്ത അസുഖമായിരിക്കും, നമുക്കത് അറിയണ്ട. പക്ഷെ ചിലവെത്രയായി എന്നറിയണ്ടേ? ബില്ല് കിട്ടിയിട്ടില്ല എന്നാണ് ഒരാൾക്ക് കിട്ടിയ മറുപടി. ശരി, ബില്ല് കിട്ടേണ്ട, നിങ്ങൾ അഡ്വാൻസ് എത്രയാണ് കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കാശ് കൊടുത്തത് എത്രയാണ്? അത് കഴിഞ്ഞ് ചിലവൊക്കെ കഴിയുമ്പോൾ പുള്ളി ബില്ല് ഇത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യും. ശരി, സമ്മതിച്ചു. ഇപ്പം നാട്ടുകാരുടെ കാശ് എടുത്തിട്ട് പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോകുന്നതിൻ്റെ ന്യായമാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇനി അതും പോട്ടെ, ഇങ്ങനെ പണക്കാരുടെ ആണെന്ന് തന്നെ വെച്ചോ, ഇങ്ങനെ പ്രൈവറ്റ് ആശുപത്രി പോകാമല്ലോ. കിംസിൽ പോകാം, തിരുവനന്തപുരത്ത് കോസ്മോപൊളിറ്റനിൽ പോകാം, എത്ര ആശുപത്രികളുണ്ട്. ഈ പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞിട്ട് പിണറായി വിജയന് പെർസീവ്ഡ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ എഴുതി, ഇതൊക്കെ ആധികാരികമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പ്രോസ്ട്രേറ്റ് ക്യാൻസറാണ്. പ്രോസ്ട്രേറ്റ് ക്യാൻസറിന് 1-ാം തരം ചികിത്സ ഇന്ത്യയിലുണ്ട്. ഫോറിൽ നിന്നും ഗൾഫിൽ നിന്നുമുള്ള ആൾക്കാർ പ്രോസ്ട്രേറ്റ് ചികിത്സയ്ക്ക് വരുന്നത് ഇന്ത്യയിലേക്കാണ്. ക്യാൻസർ ചികിത്സയിൽ വലിയ പേരെടുത്ത ആൾക്കാരാണ് നമ്മൾ, നിസ്സാര സംഗതിയൊന്നുമല്ല.